ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളിക്ക, അതുപോലെ തന്നെ ഒരു വലിയ സവോള, പിന്നെ 2 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു 4 പച്ചമുളകാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എരിവ് നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ മസാല നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മുടെ മസാല കുറച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ നമ്മളിത് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ നല്ല ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഈ കോവയ്ക്ക അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയെല്ലാം ഈ കോവയ്ക്ക പിടിക്കുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മസാലയെല്ലാം നമ്മുടെ കോവയ്ക്ക് നന്നായി പിടിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിക്കാം. കോവയ്ക്കൊക്കെ ഒരു ചെറിയൊരു വാട്ടം തട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ ഒത്തിരി ഇഷ്ടമില്ലാത്തവർ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്നാലും തേങ്ങ ഇടുമ്പം കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 to 7 minutes നമുക്കിത് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ 7 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കോവയ്ക്ക നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് പറയുക. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഇനിയും നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.